ഹായ് ഹലോ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ്, അതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത്. ഒരു 2-3 ദിവസത്തെ വീഡിയോ കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നറിയോ? ഞങ്ങൾ ബാംഗ്ലൂർ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ബാംഗ്ലൂർ പോവുകയാണ്. ഞങ്ങൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ നിർത്തി നിർത്തി ആസ്വദിച്ചൊക്കെ പോവാമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, മണ്ണുത്തി വഴിയല്ലേ, മണ്ണുത്തി പാലക്കാട് ആ വഴി അങ്ങനെ തമിഴ്നാട് കടന്ന് അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്തുള്ള കുറേ കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ദൈവം സഹായിച്ച് സാധാരണ ഞാൻ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ എന്താ പറയുക, ബസ്, ട്രെയിന്, കാറ്, അങ്ങനത്തെ ഒക്കെ വണ്ടികളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിക്കാറ് പതിവുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ സർജറിക്ക് ശേഷം ഞാൻ ഇത്രയും ലോങ് ആദ്യമായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഛർദ്ദിക്കാതെ എനിക്ക് പോയിട്ട് തിരിച്ചു വരാനും പറ്റിയിട്ടോ. നമ്മുടെ കുതിരാനെത്തി. അപ്പോൾ കുതിരാനിലൂടെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പകുതി ദൂരമൊന്നും ആയിട്ടില്ല, ഒരു കാഭാഗം എത്തിയപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെയാണ് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് തിമിർത്ത് തകൃതിയായിട്ടാണ് പോയത്. ഇത് ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയാണ്, ലിനിമോള്, പിന്നെ ഡുഡു, പിന്നെ ചേട്ടനും ചേച്ചിയും മക്കളും ഞാനും അപ്പയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കാറിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോയോണ്ടിരിക്കുകയാണ്, പാട്ടൊക്കെ ഇട്ടിട്ട്. ഞങ്ങളുടെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ. പിള്ളേരുടെ കൂടെയൊക്കെ കൂടുമ്പോൾ ഞാൻ പിന്നെ പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് പോവാണ്. പാട്ടൊക്കെ വെച്ച് ഞാനും ഉമ്പിക്കുട്ടനും ഒക്കെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പോയോണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാനും എന്താ പറയുക, എനിക്ക് ചായ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ ഒരു ഉഷാറ് പോലെ തോന്നാറുണ്ട്. അങ്ങനെ നിർത്തി ചായയൊക്കെ കുടിക്കും. ചില സമയത്ത് ഉറങ്ങിപ്പോവും. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഫുഡ് എന്ന് പറയുന്ന പോലെ ചായയും കുടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലം, എനിക്ക് കറക്റ്റ് സ്ഥലപ്പേരുകളൊന്നും അറിയില്ല, പക്ഷെ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഫോണിൽ കൂടെ എത്രത്തോളം ക്ലിയർ ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നേരിട്ട് കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഡാൻസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓരോ സ്റ്റെപ്പുകളൊക്കെ പിള്ളേഴ്സ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലിനിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലിനിക്കുട്ടി എന്താ പറയുക പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ബാംഗ്ലൂർ എന്തിനാ പോണേന്ന് നിങ്ങൾ ചിന്തിക്കും. ബാംഗ്ലൂരിൽ ഞങ്ങളുടെ അനിയത്തിമാർ 2 പേരുണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുറേ നാളുകളായിട്ട് ഞങ്ങൾ പോണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കോയമ്പത്തൂരൊക്കെ എത്തി തോന്നുന്നുണ്ട്. ആ സ്ഥലം എത്തിയപ്പോൾ അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മ്യൂസിയം, കാറിൻ്റെ മ്യൂസിയം ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണാനൊക്കെ പോയി കണ്ടു. കുറേ നടക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കാറിനോട് ക്രേസുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി ഇങ്ങനെ നടന്ന് എന്താ പറയുക, ആസ്വദിച്ച് ഇങ്ങനെ പോന്നു. കുറേ ഇങ്ങനെ എന്താ പറയുക നടക്കാനുണ്ടായിരുന്നു. അതുപോലെ കുറേ സമയമൊക്കെ നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ മുട്ടൊക്കെ നിവർത്തുമ്പോഴുണ്ടല്ലോ നല്ല വേദനയായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമ്മൾ യാത്രയൊക്കെ എന്താ പറയുക എൻജോയ് ചെയ്ത് പോകുമ്പോഴാണ്, നമ്മൾ ആസ്വദിച്ച് പോകുമ്പോഴാണ് അതൊക്കെ ഒരു പ്രത്യേക ഒരു സന്തോഷം. അപ്പോൾ ഞങ്ങൾ അത് എന്താ പറയുക, അതിൻ്റെ മ്യൂസിയമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റോട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തിയിട്ട് ലിനിക്കുട്ടിയുടെ കൂടെ ഇങ്ങനെ ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊരു ഉച്ച ആവാറായിന്ന് തോന്നുന്നുണ്ട്, ഉച്ച കഴിയാറായി തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഹരിഭവൻ എന്ന് പറഞ്ഞിട്ട്, ഹരിഭവനാണോ ഭവനാണോ എന്താ ഒരു പേര്, അവിടെ പോയി ഞങ്ങൾ കഴിച്ചു. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. അതായത് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു തിരക്കനുസരിച്ച് നോക്കുമ്പോൾ ഫുഡ് അടിപൊളി ഫുഡാണെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നിനും കൊള്ളുന്നുണ്ടായിരുന്നില്ല. അതിപ്പോൾ എനിക്കാണോ അത് മറ്റുള്ളവർക്ക്, പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പയ്ക്കും അങ്ങനെ വലിയ ഇഷ്ടമൊന്നായി തോന്നിയിട്ടില്ല. പിന്നെ പൊതുവേ നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവിടുത്തെ ഫുഡുകൾ കിട്ടില്ലല്ലോ. അപ്പോൾ നോക്കി പോകുന്ന വഴിക്ക് നല്ല രസമുണ്ട് ഈ മല കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ രാത്രി എനിക്ക് തോന്നുന്നു ഒരു 12 മണി 1 മണി സമയമൊക്കെ ബാംഗ്ലൂർ എത്തി. അവിടെ എത്തിയപ്പോൾ നമ്മുടെ നാടേ അല്ല ബാംഗ്ലൂർ, പിന്നെ നമ്മുടെ നാടല്ലല്ലോ. പക്ഷേ അടുപ്പിച്ച് ഇങ്ങനെ വീടുകളൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ട്. നമ്മുടെ വീട്ടിലൊക്കെ നിന്ന് ചെടികളും കാടും പച്ചപ്പും ഇതൊക്കെ കണ്ടിട്ടേ ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ ആൾക്കാർ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളത്. സംഭവം ജോലിയും പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വീർപ്പുമുട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല തണവുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവരുടെ പുതിയ ഒരു എന്താ പറയുക
അനിയത്തി അവിടെ ഒരു പുതിയൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടേക്ക് കിടക്കാനായിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും കിടക്കാൻ തക്കവണ്ണം ഒരു വീടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പഴയ വീട്ടിൽ നിന്നും അത്യാവശ്യമായിട്ടുള്ള കിടക്കുക, തലോണ, പുതപ്പ്, വണ്ടി, അങ്ങനത്തെ സാധനങ്ങളല്ല ഇതൊക്കെ എടുത്ത് കൊണ്ടുപോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ കയറ്റിയിടാൻ പറ്റുന്ന പോലെയൊന്നും അവിടെയൊന്നും ഇല്ല. അവിടെയൊക്കെ അവർ റോട്ടിലിട്ടിരിക്കുന്നു. പക്ഷെ ഇട്ട് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പില്ലേ പൊടി കൊണ്ട് അങ്ങ് നിറഞ്ഞ് വണ്ടി, നമ്മുടെ വണ്ടി അല്ലാതെ പോകും. നമ്മൾ വണ്ടി കാറിലാണ് പോയത്. നമ്മുടെ വണ്ടി ഒരു രാത്രി ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും വണ്ടി ആകെ എന്താ പറയുക ഒരുമാതിരി ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ കോലമൊക്കെ ഇട്ടത് കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം പണ്ട് ഞാൻ വരയ്ക്കുന്നതും പെയിൻ്റ് അടിക്കുന്നതും ഒക്കെ. ഇപ്പം അതൊക്കെ മാഞ്ഞു പോയി. രണ്ടാമത് ഞാൻ വരയ്ക്കും. അപ്പോൾ നമ്മൾ കാറിലേക്ക് കയറാൻ വേണ്ടി പോകാൻ കേട്ടോ. തണുത്തിട്ട് എനിക്ക് നല്ല തണവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടനും പിന്നെ അപ്പയ്ക്കൊന്നും അങ്ങനെ വലിയ തണവ് ഫീൽ ചെയ്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കിതൊക്കെ എനിക്ക് വലിയ അതിശയമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ട ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കിടക്കണം കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഇത് നമ്മൾ രാവിലെ ആയിട്ടോ, അന്ന് രാത്രി കിടന്നുറങ്ങി രാവിലെ ഞങ്ങളിങ്ങനെ പുറത്തോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതേ ഞങ്ങളുടെ നിമ്മി, ഇത് കർത്താവ് ഈ വീഡിയോ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയും. നമ്മുടെ നിമ്മിയാണ് കേട്ടോ. അപ്പോൾ ഇവളെ പിന്നെ വേറൊരു വേറെ എൻ്റെ ഒരു അനിയത്തിനും കാണാനായിട്ട് പോയതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോ വണ്ടി അവിടെ വെക്കുമ്പോൾ പൊടി, വേസ്റ്റ്, മണ്ണ്, പിന്നെ ഇവർ റോഡ് പണിയാന്ന് തോന്നലല്ല, റോഡ് പണി തന്നെയാണ്. പക്ഷെ എന്തുമാത്രം പൊടികളാണെന്നറിയോ. ഇത് ഞാനിങ്ങനെ സ്തംഭിച്ചു പോയി സത്യത്തിൽ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം ഇവരിങ്ങനെ തുണിയൊക്കെ അലക്കിയിട്ടേ ഇടാന്ന് വെച്ചാൽ ജനലേര മുകളിലൊക്കെ കെട്ടിയിട്ട് താഴോട്ട് ഇടും, ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ. അപ്പോൾ കാറ്റത്ത് കിടന്ന് ഇങ്ങനെ ആടും. അല്ലാതെ ഇങ്ങനെ അഴക്കി കെട്ടിയിടാനായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കുഞ്ഞു അതായത് ധാരാവീര പോലെ തന്നെ. പക്ഷേ രാത്രിയും പകലൊക്കെ എപ്പോഴും ഓണായിരിക്കുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ പൊടിയും ഇതൊക്കെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾക്ക് കുറച്ച് OCD പ്രശ്നമുള്ളത് കൊണ്ടേ പലതും ഫുഡ് കഴിക്കാനാണെങ്കിൽ പോകുമ്പോഴൊക്കെ അതും ഇതൊക്കെ നോക്കിയിട്ടാണ് പോയിരുന്നത്. അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ബാത്റൂം വളരെ മോശമായിരുന്നു. പക്ഷെ തിരിച്ചു വരുന്ന സ്ഥലങ്ങളിൽ കുഴപ്പമില്ല, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ചായ കുടിക്കാനായിട്ട് രാവിലെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതേ നമ്മുടെ നിമ്മുണ്ട്, ലിനിമോളുണ്ട്, ഡുഡു ഉണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ വണ്ടിയിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ അവർ അവിടെയുള്ള സ്ഥിതിക്ക് അവർ പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഞങ്ങളെ കൊണ്ടുപോകലാണ്. കടയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ദോശ, ഇഡ്ഡലി അങ്ങനത്തെ, കാരണം നമ്മൾ പെട്ടെന്ന് വന്നിട്ട് വേറൊരു ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പറ്റില്ല കേട്ടോ. ഞാൻ ട്രൈ ചെയ്യും, പക്ഷെ ഒരുപാട് അങ്ങ് ട്രൈ ചെയ്യില്ല. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ചായയൊക്കെ കുടിക്കാതിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഡൂഡു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു പിണക്കവും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ചേട്ടന്മാരെ കണ്ട സന്തോഷത്തിലാണ്. അപ്പോൾ എന്താ പറയുക, വളരെ സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒത്തുചേരാൻ പറ്റിയത്. പിന്നെ നമ്മൾ പോയത് കേക്ക് വാലയിലാണ്. നമ്മുടെ ലിനിമോൾ ആദ്യം ഇവിടുത്തെ ബേക്കറിയിലായിരുന്നു വർക്ക് ചെയ്തായിരുന്നത്. അവൾ QC ആയിട്ടാണ് കേട്ടോ അവിടെ വർക്ക് ചെയ്തായിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് നമുക്കൊന്ന് കാണാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് അവർ എന്താ പുഡിങ്ങാണ് എന്താ സംഭവം, കേക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കഴിക്കാനൊക്കെ തന്നു കേട്ടോ. പിന്നെ 1-2 സംഭവങ്ങളൊക്കെ മേടിച്ചു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സാധാരണ രാവിലെ തന്നെ വല്ല മധുരമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ കിറങ്ങിയിരിക്കാറാണ് പതിവ്. ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായില്ല. പിന്നെ ഞാനും അപ്പയും കൂടിയിട്ട് ഇങ്ങനെ ഇരുന്ന് അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ലിനിമോളെ എനിക്കൊന്ന് വീഡിയോ എടുത്ത് താന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വെറൈറ്റി സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ചുമ്മാ ഇങ്ങനെ നോക്കിയതാണ്. കുഞ്ഞ് പിസ്സയ്ക്ക് ഉണ്ടായിരുന്നു 25 രൂപ വരുന്നത്. പക്ഷെ എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം തന്നെ. പിന്നെ എന്തൊക്കെയോ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് പറയാണ്. പിന്നെ പ്രത്യേകിച്ച് ഫുഡിൻ്റെ ആളായതുകൊണ്ട് പിന്നെ എല്ലാം ഇങ്ങനെ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ബേക്കറിയിൽ പോയി. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുട്ടോ. കേക്കൊക്കെ നല്ല അടിപൊളി കേക്കായിരുന്നു. നല്ല ഇങ്ങനെ വായിൽ വെച്ച് ഇങ്ങനെ അലിഞ്ഞു പോയായിരുന്നു. എനിക്ക് 1-2 കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തിന്നാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അത് ചില ക്രീമുകളുണ്ടല്ലോ കഴിച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് ഇങ്ങനെ കിക്കായി പോകും. പക്ഷെ ഇത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഡൂഡു ഭയങ്കര ദേഷ്യത്തിലും പിന്നെ വാശിയിലായിരുന്നു. അപ്പോൾ ഭക്ഷണം അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അവന് പിസ്സ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞി പിസ്സ മേടിച്ചു കൊടുത്തു. പിന്നെ നോക്കുമ്പോഴുണ്ടാ വേസ്റ്റ് വെള്ളം ഇങ്ങനെ ചാലിന്ന് ഇങ്ങനെ ഒലിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കിത് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ അവിടുത്തെ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും. അപ്പോൾ നിമ്മമ്മായിനെ കണ്ട സ്ഥിതിക്ക് പിള്ളേർ നിമ്മമ്മായിയുടെ കൂടെ കളിയും ചിരിയും ഒക്കെയാണ്. അപ്പോൾ ഡുഡുവിനെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിപ്പിക്കലും കൊഞ്ചിക്കലൊക്കെയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ രക്തബന്ധത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. കാരണം ഇപ്പോൾ രക്തബന്ധം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എനിക്ക് അങ്ങനെ വലിയ സ്നേഹം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് രക്തബന്ധമൊന്നുമല്ല അല്ലാതെ തന്നെ നമ്മളെ സ്നേഹിക്കാൻ പറ്റും എന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ കുറേ ഒരു സത്യങ്ങളുണ്ട്. എനിക്ക് അനിയത്തിമാർ അനിയന്മാർ ചേട്ടന്മാരൊക്കെ ഉണ്ട്. എനിക്കൊരു അനിയനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവൻ്റെ കാര്യങ്ങൾ പറയാനോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഞാൻ വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ എന്താ പറയുക കുറച്ച് അനിയത്തിമാരിൽ ചുരുക്കം ഒരു ഫേവററ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഇപ്പം അനിയത്തിമാരില്ല എന്നല്ല പറയുന്നത്. ഇവർ എന്താ പറയുക ഇവരും പിന്നെ കുറേ ഉണ്ട്. എന്താ പറയുക നമ്മുടെ ജെറിക്കുട്ടി ഉണ്ട്, നിസിമോളുണ്ട്, ഹെൻസി ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവരാണ് കൂടുതൽ നമ്മൾ കാണാറ്. അതുകൊണ്ട് തന്നെ ഇവരായിട്ട് നമ്മൾ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുകയാണല്ലോ. അപ്പം ഞാനും ഒപ്പം എല്ലാവരും കൂടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് നല്ല ജില്ലായിട്ടാണ് പോകുന്നത്. നല്ല രസമാട്ടോ. അങ്ങനെ കുറേ ഇങ്ങനെ എന്താ പറയുക കളിച്ചും ചിരിച്ചും സന്തോഷിച്ചൊക്കെ പോകുമ്പോഴൊക്കെ എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം എന്താ പറയുക അത് ആസ്വദിക്കുമ്പോഴേ തന്നെ അറിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പാട്ട് വെച്ച് ഡാൻസൊക്കെ കളിച്ച് ഓരോ സ്റ്റെപ്പുകൾ ഇടും. പിന്നെ കുറേ വർത്തമാനങ്ങൾ പറയും. പിന്നെ അവിടെയുള്ള കാര്യങ്ങൾ ചർച്ചകൾ ചെയ്യും. അങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് ചെടി പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മേടിച്ച് തരില്ല. ഇവരവിടെ എത്തുമ്പോഴേക്കും വണ്ടി സ്പീഡിൽ വിടും. അപ്പോൾ ചേട്ടൻ അനിയത്തിമാരെ അടുത്ത് പൊക്കി താഴോട്ട് വെക്കുകയാണ് കേട്ടോ. അവിടെ നിൽക്കുന്ന സ്ഥലം എന്താ പറയുക ഹൈറ്റ് ഉള്ളതായിരുന്നു. അപ്പോൾ അനിയത്തിമാരെ പൊക്കി എടുത്ത് താഴെ വയ്ക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ബാംഗ്ലൂരിലെ സൂ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ പൊന്നെ നടന്ന് ഒരുപാട് ഇളകി. പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കലേ നമ്മൾ വരുന്നത്, ഇനി ഇങ്ങോട്ട് വരുമോയെന്നും തന്നെ അറിയില്ല. അപ്പോൾ അങ്ങ് പോയി കാണാമെന്ന് വിചാരിച്ചു. പിന്നെ പിള്ളേരെ സംബന്ധിച്ച് അവർക്കും കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ചേട്ടൻ്റെ ചേച്ചിയുടെ ഫേസ് ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല. കാരണം അവർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, താല്പര്യം ഉണ്ടാവില്ലായിരിക്കാം. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മളുടെ മാത്രം ഇനി ഇടയിൽ കൂടെ ഞാൻ നിങ്ങൾ കണ്ടെങ്കിൽ അതെൻ്റെ കുറ്റമല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാർക്കിലെത്തി. പക്ഷേ ഈ പാർക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ നമ്മുടെ പുത്തൂര് സുവോളജിക്കൽ പാർക്കാണ് ഞാൻ ഓർത്തത്. കാരണം ഇതിലും വലിയ പാർക്കാണ് നമ്മുടെ അവിടെ ഉള്ളത്. പിന്നെ പോയ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണം അവർ ഉറങ്ങുന്ന സമയമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കുറച്ചിങ്ങനെ നടക്കണം ഓരോ സ്ഥലത്തേക്ക്. അവിടെ എത്തുമ്പോൾ ഒരു പുലി പിന്നെ 1-2 കുറുക്കൻ ഇവരൊക്കെ കിടന്നുറങ്ങായിരിക്കും. പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫുഡ് കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. നമ്മുടെ ബാഗിൽ ഉണ്ടെങ്കിൽ തന്നെ അവരത് മാറ്റും. ആദ്യം കാണുന്നത് തന്നെ നമ്മൾ സീബ്രനെയാണ്. ഈ 2-3 സീബ്രനെയാണ് നമ്മൾ ആദ്യം കണ്ടത്. പിന്നെ വരുന്നത് ജിറാഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മുടെ സുവോളജിക്കലിൽ വരുമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. പിന്നെ നമുക്ക് നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൽ വണ്ടിയിൽ പൈസ കൊടുത്തിട്ട് നമുക്ക് വണ്ടിയിൽ ഇതിനെ ചുറ്റിക്കറങ്ങി കാണാം. പക്ഷെ നമ്മൾ ഇത്രയധികം ആൾക്കാരായത് കാരണം വണ്ടിയിലേക്ക് തന്നെ ഒരു എമൗണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പിള്ളേരെയൊക്കെ കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മളവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇവിടെ എന്താ കുതിരയാണോ കഴുതയാണോ എന്താ സംഭവം എന്നറിയില്ല. ഇങ്ങനെ കണ്ടു, ജസ്റ്റ് കുറേ നടന്നിട്ട് കണ്ടതാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു കുന്നിങ്ങനെ നടക്കാനുണ്ട്. നടന്ന് വയ്യാണ്ടാവും. അങ്ങനെ നിമ്മമ്മായിനെ കണ്ട സന്തോഷത്തിൽ പിള്ളേരെ നിമ്മമ്മായുടെ പിന്നാലെ നടക്കാണ്. പിന്നെ തന്നെയല്ല നല്ല കുട്ടികളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിമ്മമ്മായി ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പിള്ളേരെല്ലാം ഡീസൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. നിമ്മമ്മായിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ പിള്ളേരെ ചിന്തിക്കാറേ ഇല്ല. പിന്നെ അവരെ പിന്നാലെ പൊക്കോളും. അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പോയിട്ട് പുലിയൊക്കെ കിടന്ന് ഉറങ്ങാണ്. ചോറൊക്കെ കൊണ്ട് കിടന്ന് ഉറങ്ങാമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടു 2 അത് വെള്ളത്തിൽ തന്നെയാണ് കിടക്കുക. പിന്നെ എന്താ പറയുക ആനേനെ കണ്ടു. ആനേനെ പിന്നെ നമ്മുടെ തൃശ്ശൂരുകാർക്ക് ആനേനെ കാണുന്നത് വലിയ കൗതുകമൊന്നുമല്ല. നമ്മളെന്തോരം ആനേനൊക്കെ കണ്ടിട്ടുള്ളതാ.
അവിടെ ഒരു 4 ആനേനെ കണ്ടു. പിന്നെ കുരങ്ങന്മാരുണ്ടായിരുന്നു. കുരങ്ങന്മാരിങ്ങനെ അഴിച്ചു വിട്ട പോലെയായിരുന്നു കേട്ടോ ആ മരത്തിലൊക്കെ. പിന്നെ എന്താ പറയുക, ഡുഡുവിന് ഈ കുരങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. അന്ന് ഒരു വടി എടുത്ത് എറിഞ്ഞു. അവിടെയുള്ള സെക്യൂരിറ്റി കാണാഞ്ഞത് കുരുത്തം. അങ്ങനെ ദേ കട ആൾക്കാർ വണ്ടിയിൽ പോണ കണ്ടോ. അതിനകത്ത് ഒരാൾക്ക് 100 രൂപയാണ്. അപ്പം ഞങ്ങളൊരു 8 പേരുണ്ട്. അപ്പോൾ 9 പേരുണ്ട്. അപ്പോൾ 900 രൂപ പോയില്ലേ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. പിന്നെ ചേട്ടനും അനിയത്തിയും മക്കളും എല്ലാവരും ഒക്കെ കൂടി അവിടെ നിന്ന് എന്താ പറയുക, ഇവരെ വരിയിൽ നടത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇതൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കിട്ടുള്ളൂ, ഇങ്ങനത്തെ ഒക്കെ ഓരോ കുസൃതികൾ. അപ്പോൾ എന്താ പറയുക, ഇവരെയൊക്കെ കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പോകുന്നത്. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ സിംഗത്തിനെ കണ്ടു. സിംഗം ഒരു പ്രതിമ പോലെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ തല അതിനകത്ത് കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കായിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ അതേ നിൽക്കണം ബെന്നുട്ടൻ, ബിക്കുട്ടൻ, ഇപ്പോൾ ഡാനിക്കുട്ടൻ, അങ്ങനെ ഓരോരുത്തരെ മാറി മാറി പുലിയുടെ ഫോട്ടോ എടുത്തു. ഞാൻ പിന്നെ എടുത്തില്ല, കാരണം ഞാൻ പുലി ആയതുകൊണ്ട് എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ മറ്റേ പെങ്ങളെ കിട്ടിയ സ്ത്രീധന തരുമോ അളിയ ആ പാട്ടൊക്കെ പാടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ എന്താ പറയുക, ചുമ്മാ ഇതൊക്കെ നേരം പോക്ക്. ഞങ്ങളിങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഓളി മറ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ കണ്ടത് ഒരു പിങ്ക് കളർ പൂവാണ് കേട്ടോ. എനിക്ക് പൂക്കളും ചെടികളും എന്നൊക്കെ പറഞ്ഞാൽ പ്രാന്തിൻ്റെ അങ്ങേയറ്റാണ്. ഇപ്പോൾ വീട്ടിൽ ഒരു ചെടി ഞാൻ വല്ല റൂട്ടീനെങ്ങാനോ എടുക്കുകയാണെങ്കിൽ തന്നെ ഡുഡ് വരെ എന്നെ ഇപ്പോൾ ചീത്ത പറഞ്ഞു തുടങ്ങി. പക്ഷെ എനിക്ക് ചെടികളോട് ഇത്രയും ഭ്രാന്തെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായത്, അതിലെ ഇല പോലും ഇല്ല, പക്ഷെ നിറച്ച് പൂക്കളാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ അവിടുത്തെ പാർക്കിൽ കയറിയായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഇത് ഒറിജിനലായിട്ടുള്ള ഒരു വിമാനമാണ് കേട്ടോ. അവരതിനെ ഒരു റെസ്റ്റോറൻ്റ് ആക്കി അവരെ ബിസിനസ് മൈൻഡ് കണ്ടോ. അങ്ങനെ ഞങ്ങൾ ഈ വിമാനം കണ്ടപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് വരണമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ കയറിട്ടോ. ഇവിടെ കയറിയപ്പോഴാണ് ഇവിടെയും അവർ പൈസ പറയുന്നുണ്ട്. അതായത് ഈ വിമാനത്തിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട്. അപ്പം ഫുഡ് കഴിക്കുന്നത് വേറെ, ഇതിനകത്തേക്ക് കയറുന്നത് വേറെ. അപ്പം ഞങ്ങൾ വിചാരിച്ച് വേണ്ട, നമുക്ക് അവിടെ ഇരുന്നില്ലെങ്കിലും ഫുഡ് കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ പുറത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്കല്ലാട്ടോ വേറെ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് സൺസെറ്റ് കണ്ടു. അതുപോലെ ഇതിങ്ങനെ ബിൽഡിങ്ങുകളിൽ ഇങ്ങനെ കുനുകുനാന്ന ബിൽഡിങ്ങുകൾ. എൻ്റെ എത്ര സ്റ്റെപ്പുകൾ കയറി ഇറങ്ങണം എന്ന് പറയും. ഞാനിങ്ങനെ ആലോചിക്കും, എന്നും ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെ ബിസിയാണ്. അതായത് രാവിലെ എണീക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു. പിന്നെ രാത്രിയാണെങ്കിൽ ഫുൾ എൻജോയ്മെൻ്റ് ആണ്. തിരക്ക്, എപ്പോഴും തിരക്കായിരിക്കും. അങ്ങനെ ഞങ്ങൾ രാത്രി വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറി. അവിടെ പോയിട്ട് എന്താ കഴിച്ചത്, അവിടെ പോയിട്ട് എന്തോ മന്തി റൈസ് എന്തോ ആണ് കഴിച്ചത്. എന്താ പേര് ഹോട്ടലിൻ്റെ പേര് അവിടെ ഉണ്ടോ, അൽദാസ്, നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞു ഇത് മറ്റേ സൂ കാണാൻ പോയില്ലേ, അതിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ ഇതിനകത്ത് ആഡ് ചെയ്ത് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ 2 ദിവസം അവിടെ നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റത്തെ ദിവസമാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരാണ്. അപ്പം ചേട്ടനും മക്കളൊക്കെ കൂടി ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതാണ്. പക്ഷെ ഞാനത് വീഡിയോ ആക്കി എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരികയാണ്. 2 ദിവസത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അങ്ങ് അധികം എടുത്തില്ല. എപ്പോഴും ഇങ്ങനെ ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ എന്താ പറയുക, ഒരു സുഖമില്ല. പക്ഷെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്ലിപ്പുകൾ എടുത്തു. അങ്ങനെ ബാംഗ്ലൂരിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തോ സ്ഥലപ്പേര്, എനിക്കങ്ങനെ ഇവിടുത്തെ സ്ഥലപ്പേരൊക്കെ ഭയങ്കര വ്യത്യാസമാണോ, എന്ത് വായിക്കൊള്ളാത്ത പേര് എന്തൊക്കെയോ ആണ്. നിറച്ച് കണ്ട ചെടിയൊക്കെ ഉണ്ടെങ്കിലും ചെടിയൊക്കെ മണ്ണുകൊണ്ട് കുളിപ്പിച്ച പോലെ, ഫുള്ള് പച്ചപ്പൊന്നുമില്ല, ഫുള്ള് മണ്ണാണ്. ഒരു 5 മിനിറ്റ് വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ഒപ്പം പൊടി മണ്ണും ഒക്കെയാണ് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, നമുക്കിങ്ങനെ ഇങ്ങനെ വന്നു പോകാനോ അല്ലെങ്കിൽ കാണാനൊക്കെ പോകാനൊക്കെ നല്ലതായിരിക്കാം. ഡെയിലിയൊക്കെ താമസിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് എൻ്റെ അഞ്ചേരിച്ചറിയും, എനിക്ക് ഇവിടുത്തെ കാറ്റും അതൊക്കെയാണ് എനിക്ക് പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ വണ്ടിയിൽ വരുമ്പോൾ ആകെ കൂടി പറഞ്ഞൊരു കാര്യം വെച്ചാൽ, എനിക്ക് തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ മേടിച്ചേരേ എന്ന് പറഞ്ഞു. വരുന്ന വഴിക്കൊക്കെ ചായ കുടിച്ചു, പക്ഷെ എന്നാലും നമ്മുടെ നാട് എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലല്ലേ. പിന്നെ നിങ്ങൾ കണ്ടോ, ഒരു കുന്നായിട്ട് ഇവർ മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് തുണികളൊക്കെ അഴക്കില്ലാതെ കോണിപ്പടിയും അവിടെയൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കണം കണ്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെയായിട്ടാണ് പോണത്. രാവിലെ ഇറങ്ങിയാലാണല്ലോ വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തുള്ളൂ.
അപ്പോൾ ഞങ്ങൾ വേറൊരു അനിയത്തി കുട്ടിയുണ്ട്, അവൾ കുറച്ച് ബിസി ആയിരുന്നു. പക്ഷെ അവളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലത്തെയും ഉച്ചക്കത്തെയും കൂടിയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് ദോശയും അങ്ങനത്തെ സംഭവങ്ങൾ, റൈസ് കാര്യങ്ങളൊക്കെ കഴിച്ചത്. പക്ഷെ ഇവിടുത്തെ ദോശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, ദോശ തിന്നപ്പോൾ എൻ്റെ വായ പൊട്ടി, അത്രയും കട്ടി. അത് ദോശമാവ് തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം. പിന്നെ പിള്ളേരെയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവന്മാരെ ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തി. പിന്നെ നമ്മുടെ 1, 2, 5, 6 ആളുടെ കണ്ണ് അവരെ മേലെ എപ്പോഴും ഉണ്ടാവും. ഇവർ പിന്നെ ഇങ്ങനെ അടങ്ങിയിരിക്കാത്ത പിള്ളേരായതുകൊണ്ടേ അവരെങ്ങനെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിരിക്കണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ചായ കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ പാട്ടും കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്ന കളിക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷം, സമാധാനം. അപ്പോൾ അനിയത്തിക്കുട്ടീനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കുറേ സംഭവങ്ങൾ കഴിച്ചു. ദോശയിലൊക്കെ എന്തോരം നെയ്യ് ഒഴിക്കണമെന്നറിയോ. എനിക്ക് നമുക്കങ്ങനെ ശീലമില്ലാത്തതുകൊണ്ടായിരിക്കണം, എനിക്കതൊക്കെ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ കട്ടിയാണ് ദോശയ്ക്ക്. എൻ്റെ ചുണ്ട് പൊട്ടി എന്ന് പറയുമ്പോൾ അപ്പം മനസ്സിലാക്കാൻ പറ്റും എത്ര കട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കഴിച്ച, അതായത് ഇതിൻ്റെ തലേദിവസം കഴിച്ച ഫുഡ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ, ഞങ്ങളല്ല പിള്ളേരെ, അതുണ്ട്, സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അനിയത്തിക്കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ അതേ വന്നിരിക്കുന്നു, ഞങ്ങളുടെ നിസ്സിക്കുട്ടി വന്നു. ഇതാണ് ഞങ്ങളുടെ നിസ്സിക്കുട്ടി. നിസ്സി നിമ്മി അവിടെയാണ്. അപ്പോൾ വന്നപ്പോൾ കേസരി എന്തോ അവർ അതിൻ്റെ കൂടെ തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എക്സ്പ്രഷനിലൂടെ മനസ്സിലായി കാണും അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഞങ്ങൾ പോവാറായ സമയമായപ്പോഴേക്കും നിമ്മമ്മേനെ വിട്ടൊരു കളിയില്ല. കാരണം നിമ്മമ്മ റിമോട്ട് കാർ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ വീട്ടിലെത്തുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാഴ്ച അവനെ പോണത്. നിമ്മുവിനോട് പ്രത്യേക ഒരു ശ്രദ്ധയ്ക്ക്, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇടിക്ക് വേറെ എവിടേക്കും പോകണ്ട. അപ്പോൾ പിള്ളേർ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ തിരിച്ചു പോണതിൻ്റെ ഒരു വിഷമത്തിലാണ് നിമ്മും ഇവരൊക്കെ. പിന്നെ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് എൻജോയ് ഒക്കെ ചെയ്ത്, പിന്നെ എന്നിട്ട് കേസരി, പിന്നെ വായക്കുള്ളത്തെ കുറേ സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. വയ്യാണ്ടേ, പിന്നെ തണവുണ്ടായിരുന്നു. അപ്പം ഞാൻ മറ്റേ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ച എന്താ പറയുക ഹോട്ടൽ. ഇവിടെ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ഹോട്ടലുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പിങ്ക് പൂ, ആ ചെടിയാണ്, ആ മരമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ഒരു കോളാമ്പി പൂവാണ്. ഇത് ഇങ്ങനെ കട്ടക്കുത്തി ശരിക്കും ഒരു റൗണ്ട് ഷേപ്പിൽ വരും. ഞാൻ ആ പൂവ് എടുത്തപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്താണ്. അതിൻ്റെ കളറ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ ബാംഗ്ലൂർ മെമ്മറീസ് ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് 2 ആളെയും അവിടെ ആക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ 2 പേർക്ക് സങ്കടമൊക്കെ ഉണ്ട് ഞങ്ങൾ പോകുന്നതിൽ. പക്ഷേ നമുക്ക് പോയല്ലേ പറ്റൂ. കാരണം അതിൻ്റെ തലേദിവസം ഞങ്ങൾക്ക് സ്നേഹവിരുന്നുണ്ടായിരുന്നു. തലേദിവസം അല്ലല്ലോ, പിറ്റത്തെ ദിവസം. അങ്ങനെ അവരോടും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് എന്താ പറയുക നാട്ടിലേക്ക് വരാം. അപ്പോൾ ഒരാളുടെ മുഖം ഭയങ്കരമായിട്ട് വാടി. കാരണം ഇത്രയും 2-3 ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിട്ട് തിരിച്ചു വരുമ്പോൾ അവൾ ഒറ്റയ്ക്കായി, അല്ലെങ്കിൽ സങ്കടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ നമുക്ക് പിന്നെയും കാണാമല്ലോ. അങ്ങനെ അവരോടൊക്കെ യാത്രയും അന്വേഷണമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അയ്യോ പോവല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഇതിൽ കൊടുക്കാൻ പറ്റില്ല, അമ്മാതിരിയുള്ള ഞങ്ങളുടെ എന്താ പറയുക ചെളിവാരി എറിയലായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിനോട് വിട പറഞ്ഞ് ഞങ്ങൾ വരികയാണ്. നല്ലൊരു ദിവസമായിരുന്നു. എന്താ പറയുക, ലൈഫിൽ ഇതും ഒരു അനുഭവമാണ്, വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുകയെന്നുള്ളത്. അപ്പോൾ ന്യൂ ഇയറിൽ തന്നെ ഞങ്ങൾ ട്രിപ്പാണ് പോയത്. അപ്പോൾ ഈ വർഷം ഇതുപോലെ പല സ്ഥലങ്ങളിൽ പോകാനായിട്ട് പറ്റട്ടെ എന്ന് എന്താ പറയുക, എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ഈ ഛർദി പ്രശ്നമുള്ളത് കാരണമാണ് എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട്. അല്ലാതെ എനിക്ക് ബൈക്കിലൊന്നും പോകാൻ കുഴപ്പമില്ല. പക്ഷെ കാറിൽ ഇതിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സർജറി ഒക്കെ ചെയ്ത് കാരണം ഇപ്പം എനിക്ക് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ തമിഴ്നാട് ഒക്കെ എത്തിയപ്പോൾ ഇങ്ങനെ കുഞ്ഞു വീടുകളൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങനെ യാത്രയിൽ ഇങ്ങനെ നോക്കിയിരിക്കാനും അവരുടെ വീട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചത്. തമിഴ്നാട് എത്തിയപ്പോഴും ഞാൻ ഉള്ളി മേടിക്കാമെന്ന് കരുതി, അതും പാളിപ്പോയി. പിന്നെ ഞങ്ങൾ ഒരു സ്ഥലം നമ്മുടെ കോയമ്പത്തൂരാന്ന് തോന്നുന്നുണ്ട്, അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കയറി. അപ്പോൾ അവിടെ ഇങ്ങനെ കോലൊക്കെ വരച്ചിട്ടിരിക്കണമൊക്കെ കണ്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇവർക്ക് എന്നും ഇങ്ങനെ വരയ്ക്കണം എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെയായിട്ട് ഇങ്ങനെ നമ്മുടെ തൃശ്ശൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ കേട്ടോ. വരുന്ന വഴിക്ക് കണ്ടതാണ്. ഇതെന്താ ചക്രമാണോ എന്താണെന്നറിയില്ല. വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾ അവിടെ വരുന്ന വഴിക്ക് ഒരു
ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്കെ കഴിച്ച് ഞങ്ങൾ രാത്രി ഒരു 1 മണി 1:30 കൂടി ഞങ്ങൾ തൃശ്ശൂർ എത്തി, നമ്മുടെ കുതിരാൻ്റെ അവിടെ എത്തിട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഒരു ബാംഗ്ലൂർ ഡേയ്സ് എന്താ പറയുക, ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ പോയി വന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി എന്താ പറയുക, അധികം സംസാരങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും നല്ല നല്ല ദിവസങ്ങളായിരിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ടാറ്റാ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.